ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു സക്സസ് അക്കാഡമീസ് യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് GD കോൺസ്റ്റബിളിന് വേണ്ടിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇഡിയംസ് ആണ്. നമ്മൾ നേരത്തെ ഇതിൻ്റെ പാർട്ട് 1 ചെയ്തിട്ടുണ്ട്. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇഡിയംസ് തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പം ഇന്ന് നമ്മളതിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ് ചെയ്യുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് GDക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതും അതുപോലെ തന്നെ ചോദിച്ച് കണ്ടതുമായിട്ടുള്ള ഇഡിയംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ ഓരോന്നായിട്ട് നോക്കാം. നമ്മുടെ ഫസ്റ്റ് ഇഡിയം ഏതാണ്? ഹാവ് യുവർ ഹാർട്ട് ഇൻ യുവർ മൗത്ത് അല്ലേ? ഹാവ് യുവർ ഹാർട്ട് ഇൻ യുവർ മൗത്ത്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ നോക്കിയേ, ഫീലിംഗ് എക്സ്ട്രീംലി നെർവസ് അല്ലേ? വളരെയധികം ടെൻഷൻ ഉള്ളൊരവസ്ഥ അല്ലെങ്കിൽ നെർവസ് ആയിട്ടുള്ളൊരവസ്ഥ. ഇനി ബി ആണെങ്കിലോ, ഡൂയിങ് ഇമീഡിയറ്റ്ലി, പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാം. ഇനി തേർഡ് ഓപ്ഷൻ നോക്കിയേ, നോട്ട് ബീയിങ് ഓഫ് യുവർ കൈൻഡ്, നമ്മുടെ കൈൻഡ് അല്ലാത്തൊരു കാര്യം അല്ലേ? ഫോർത്ത് ആണെങ്കിലോ, അക്യൂസിങ് സം വൺ ഓഫ് ഫോൾട്ട്സ് വിച്ച് യു ഹാവ് അല്ലേ? നമ്മൾ ചെയ്ത എന്തെങ്കിലും ഒരു തെറ്റ് വേറെ ആരെങ്കിലും ആണെന്ന് നമ്മൾ അക്യൂസ് ചെയ്യുക. അപ്പോൾ ഇതിൽ ഏതായിരിക്കും കറക്റ്റ് ആൻസർ വരിക? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഫീലിംഗ് എക്സ്ട്രീംലി നെർവസ്, നല്ല നെർവസ് ആയിരിക്കും അല്ലെങ്കിൽ നല്ല ടെൻഷൻ ആയിരിക്കുക എന്നൊക്കെ പറയില്ലേ? അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഇഡിയം ആയിരിക്കും എന്ത്? ഹാവ് യുവർ ഹാർട്ട് ഇൻ യുവർ മൗത്ത് അല്ലേ? ഇത് ശ്രദ്ധിച്ച്, ഹാവ് യുവർ ഹാർട്ട് ഇൻ യുവർ മൗത്ത് എന്ന് പറയുമ്പോൾ ഇപ്പോൾ മൗത്തിനകത്ത് എന്തുണ്ട്? ഒരു ഹാർട്ട് ഉണ്ടല്ലേ? അത്രയും അധികം ടെൻഷനിലാണ് ഇരിക്കുന്നത്, അത്ര പ്രഷറിലാണ് ഇരിക്കുന്നത്, നല്ല നെർവസ് ആയി തോന്നുന്നുണ്ട്. അപ്പോഴാണ് എന്ത് പറയുന്നത്? ഹാവ് യുവർ ഹാർട്ട് ഇൻ യുവർ മൗത്ത്. ഈ ഇതുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് വെക്കുക. ടെൻഷനായിരിക്കുമ്പോൾ നമ്മുടെ മൗത്തിനകത്ത് നമ്മുടെ ഹാർട്ട് ഉണ്ടെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് കണക്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് വൺ എന്താണ്? ഹെഡ് ഓവർ ഹീൽസ് അല്ലേ? ഹെഡ് ഓവർ ഹീൽസ്. ഓപ്ഷൻസ് നോക്കിയേ. ടു ഹാവ് ഇമെൻസ് പേഷ്യൻസ് അല്ലേ? നല്ല പേഷ്യൻറ്റോടെ നല്ല സമാധാനത്തോടെ ഇരിക്കുന്ന ആളുകൾ, പെട്ടെന്ന് ദേഷ്യമൊന്നും വരാത്ത ആളുകളെ നമ്മൾ എന്ത് പറയുക? വളരെ പേഷ്യൻസ് ആയിട്ടുള്ള ആളുകളാണെന്ന് പറയാം അല്ലേ? പിന്നെ ബി ആണെങ്കിലോ, ടു ഹാവ് ഡിസ്പ്യൂട്ട് അല്ലേ? എന്തെങ്കിലും ഒരു വഴക്കുണ്ടാവുക. തേർഡ് വൺ ആണെങ്കിലോ, ടു ബി മാഡ്ലി ഇൻ ലവ് അല്ലേ? ഒരുപാട് സ്നേഹമുള്ള സമയം അല്ലെങ്കിൽ ഭ്രാന്തമായി ആരെങ്കിലും സ്നേഹിക്കുന്ന സമയം എന്നൊക്കെയാണ് മീൻ ചെയ്യുന്നത്. ഫോർത്ത് വൺ ആണെങ്കിലോ, ടു ബി വെരി ആംഗ്രി അല്ലേ? നല്ല ദേഷ്യമുള്ളത്. അപ്പോൾ ഇതിൽ ഏതായിരിക്കും കറക്റ്റ് ആൻസർ? ഹെഡ് ഓവർ ഹീൽസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും കറക്റ്റ് ആൻസർ? ടു ബി മാഡ്ലി ഇൻ ലവ് അല്ലേ? നമ്മൾ പെട്ടെന്ന് ഒരാളെ കാണുമ്പോൾ തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് ഒരാളെ സ്നേഹിക്കാം. ഓക്കെ, അതാണ് മീൻ ചെയ്യുന്നത്. ഒരുപാട് ആളുകളായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിഗർ ആയിരിക്കും അല്ലേ ഇത്? ഇതിന് കൂടുതൽ എക്സ്പ്ലനേഷൻസ് ഒന്നും വേണ്ടി വരില്ല അല്ലേ? ഒരാളെ കാണുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ഒരു ഭ്രാന്തമായ ഇഷ്ടമൊക്കെ തോന്നുന്ന ആളുകളുണ്ടാവും അല്ലേ? അവരൊക്കെ ആയിട്ട് നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഒരാളെ ഭ്രാന്തമായി സ്നേഹിക്കുമ്പോൾ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഹെഡ് ഓവർ ഹീൽസ് യൂസ് ചെയ്യാം. ഇനി നെക്സ്റ്റ് വൺ, എ ചിപ്പ് ഓൺ വൺസ് ഷോൾഡർ. എ ചിപ്പ് ഓൺ വൺ ഷോൾഡർ എന്തായിരിക്കും? ഓപ്ഷൻസ് നോക്കിയേ. ഹ്യൂജ് അച്ചീവ്മെൻറ്റ്, വലിയ എന്തെങ്കിലും ഒരു അച്ചീവ്മെൻറ്റ്. സെക്കൻഡ് വൺ ആണെങ്കിലോ, ആൻ ആറ്റിറ്റ്യൂഡ് ദറ്റ് ലീഡ്സ് വൺ ടു ബിക്കം ഈസിലി ആങ്കേർഡ് അല്ലേ? പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളുകൾ. തേർഡ് വൺ ആണെങ്കിലോ, ബീയിങ് അപ്രിഷിയേറ്റഡ്, ആരെങ്കിലും നമ്മളെ അപ്രിഷിയേറ്റ് ചെയ്യുക. ഇനി ഫോർത്ത് വൺ ആണെങ്കിലോ, ഇൻജോർഡ് ഷോൾഡർ അല്ലേ? ഷോൾഡറിന് എന്തെങ്കിലും പരിക്ക് പറ്റുക. ഇതിലേതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ഓപ്ഷൻ ബി ആണ്. ആൻ ആറ്റിറ്റ്യൂഡ് ദറ്റ് ലീഡ്സ് വൺ ടു ബിക്കം ഈസിലി ആങ്കേർഡ്. അതായത് എന്തെങ്കിലും ഒരു ആറ്റിറ്റ്യൂഡ്, വേറൊരാൾ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരുത്തുന്ന ഒരു ആറ്റിറ്റ്യൂഡൊക്കെയാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. ഇത് നോക്കിയേ, ദേഷ്യം പിടിച്ചിരിക്കുന്ന ഒരാൾ അല്ലേ? നിങ്ങൾക്ക് നല്ലോണം ദേഷ്യം പിടിച്ചിരിക്കുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവരുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ എ ചിപ്പ് ഓൺ വൺസ് ഷോൾഡർ എന്ന് പറയുകയാണെങ്കിൽ ആൻ ആറ്റിറ്റ്യൂഡ് ദറ്റ് ലീഡ്സ് വൺ ടു ബിക്കം ഈസിലി ആങ്കേർഡ്. ഇനി ഫോർത്ത് വൺ നോക്കിയേ, pour out one's heart. pour out one's heart മീൻസ് എന്തായിരിക്കും? ഓപ്ഷൻ എ, ടു എക്സ്പ്രസ് ഓപ്പൺലി, എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാം. ഇനി ബി ആണെങ്കിലോ, ടു ക്രിയേറ്റ് എ റെക്കോർഡ്, എന്തെങ്കിലും ഒരു റെക്കോർഡ് ഉണ്ടാക്കുക. സി ആണെങ്കിലോ, ടു ആസ്ക് ഫോർ സംതിങ്, എന്തെങ്കിലും ഒരു കാര്യം വേണമെന്ന് പറയാം. ഓപ്ഷൻ 4 ആണെങ്കിലോ, ടു ചാലഞ്ച്, എന്തെങ്കിലും ഒരു കാര്യത്തിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളെയൊക്കെ ചാലഞ്ച് ചെയ്യാം. അപ്പോൾ എന്തായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ടു എക്സ്പ്രസ് ഓപ്പൺലി അല്ലേ? എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് പറയാം. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഹൃദയത്തിലുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാണ്? പുറത്ത് വരികയാണ് അല്ലേ? എല്ലാ കാര്യങ്ങളും പുറത്ത് പറയുകയാണ്. അങ്ങനെയുള്ള നമ്മൾ പറയില്ലേ, ലോല മനസ്സുള്ള ആളുകളൊക്കെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും? പുറത്ത് പറയും അല്ലേ? അങ്ങനെയുള്ള ആളുകൾക്ക് നമുക്ക് എന്താ പറയാം? pour out one's heart അല്ലേ? അങ്ങനെയുള്ള ആളുകൾ ചെയ്യുന്നതാണ് എന്ത്? pour out one's heart. എല്ലാ കാര്യങ്ങളും എക്സ്പ്രസ് ആയിട്ട് അല്ല, എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് എക്സ്പ്രസ് ചെയ്യുക. നെക്സ്റ്റ് വൺ, എ സ്ലാപ്പ് ഓൺ ദ wrist. ഓക്കെ, എ സ്ലാപ്പ് ഓൺ ദ റിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്ഷൻസ് നോക്കിയേ. എ സ്മോൾ പണിഷ്മെൻറ്റ്, ചെറിയ എന്തെങ്കിലും ഒരു പണിഷ്മെൻറ്റ്. ബി ആണെങ്കിലോ, എ ടൈനി ഗിഫ്റ്റ്, ഒരു ചെറിയ ഗിഫ്റ്റ്. സി ആണെങ്കിലോ, എ റിസ്റ്റ് വാച്ച്, നമ്മൾ റിസ്റ്റ് വാച്ച് കിട്ടില്ലേ, കയ്യിൽ കിട്ടുന്ന റിസ്റ്റ് വാച്ച്. ഡി ആണെങ്കിലോ, എ സീക്രട്ട് അലയൻസ്, എന്തെങ്കിലും ഒരു സീക്രട്ട് ആയിട്ടുള്ള ഒരു അലയൻസ്. അപ്പോൾ ഇതിലെന്തായിരിക്കും കറക്റ്റ് ആൻസർ? എ സ്മോൾ പണിഷ്മെൻറ്റ് അല്ലേ? ചെറിയ എന്തെങ്കിലും പണിഷ്മെൻറ്റ്. വീട്ടിലൊക്കെ കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കയ്യിൽ കുഞ്ഞൊരു അടിയൊക്കെ കൊടുക്കും അല്ലേ? എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ
വീട്ടിൽ അതൊക്കെ ആയിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാം. നോക്കിയേ, റിസ്റ്റിൽ അടിക്കുന്ന ഒരു ഇത്, അതാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. ഫിഗറായിട്ട് കണക്ട് ചെയ്ത് വെക്കുക. ഇനി നെക്സ്റ്റ് വൺ, ആംഡ് ടു ദ ടീത്ത്. ആംഡ് ടു ദ ടീത്ത് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഓപ്ഷൻ എ നോക്കിയേ, വെരി ഫ്രസ്ട്രേറ്റഡ് അല്ലേ, നല്ലോണം ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കുന്ന ഒരവസ്ഥ. ബി ആണെങ്കിലോ, ഡിസൈഡ് ടു കണ്ടിന്യൂ ഇൻ സ്പൈറ്റ് ഓഫ് ഡിഫിക്കൽട്ടീസ്. ഡിഫിക്കൽട്ടീസ് ഉണ്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി സി ആണെങ്കിലോ, ക്യാരിങ് എ ലോട്ട് ഓഫ് വെപ്പൺസ് അല്ലേ, ഒരുപാട് വെപ്പൺസ് ക്യാരി ചെയ്യാം. ഫോർത്ത് വൺ ആണെങ്കിലോ, വെരി ഡിഫിക്കൽട്ട് ടു ഡു. എന്തെങ്കിലും ഒരു കാര്യം വളരെയധികം ബുദ്ധിമുട്ടാണ് ചെയ്യാൻ അങ്ങനെയുള്ള സമയത്ത്. അപ്പോൾ എന്തായിരിക്കും ആംഡ് ടു ദ ടീത്ത് എന്ന് പറഞ്ഞാൽ? ആംഡ് ടു ദ ടീത്ത് എന്ന് പറയുകയാണെങ്കിൽ ക്യാരിങ് എ ലോട്ട് ഓഫ് വെപ്പൺസ്, ഒരുപാട് വെപ്പൺസ് ക്യാരി ചെയ്യുക. നമ്മുടെ ആർമിയിലുള്ള ആളുകളെയൊക്കെ ആയിട്ട് കണക്ട് ചെയ്താൽ മതി. അവരുടെ കയ്യിൽ എന്തായിരിക്കും? ഒരുപാട് വെപ്പൺസ് ഉണ്ടാവില്ലേ? നോക്കിയേ, ഇവിടെ ഒരുപാട് വെപ്പൺസ് ഉള്ള ഒരു ആർമിയിൽ ഒരാളെ കാണുന്നില്ലേ? അതുമായിട്ട് കണക്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് വൺ, ഇൻ ദ ലോങ് റൺ. ഇൻ ദ ലോങ് റൺ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഓപ്ഷൻ എ നോക്കിയേ, കെയർഫുൾ റണ്ണിങ്, വളരെ കെയർഫുള്ളായിട്ട് ശ്രദ്ധിച്ച് ഓടുക. ബി ആണെങ്കിലോ, പേർപ്പസ്ഫുൾ റെഫ്യൂസിങ്, നമ്മൾ വേണമെന്ന് വെച്ചിട്ട് വേണ്ടാന്ന് വെക്കുക. വേണമെന്ന് വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം റെഫ്യൂസ് ചെയ്യുക. ഓപ്ഷൻ സി ആണെങ്കിലോ, ഇൻ ദ എൻഡ് അല്ലേ, അവസാനത്തോടെ അല്ലെങ്കിൽ അവസാനത്തേക്ക്. ഓപ്ഷൻ ഡി ആണെങ്കിലോ, സൈമൾട്ടേനിയസ്ലി. അപ്പോൾ ഇതിൽ എന്തായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ഓപ്ഷൻ സി ആയിരിക്കും, ഇൻ ദ എൻഡ് അല്ലേ. ഇവിടെ നോക്കിയേ, അവസാനത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ? അത് നമ്മളൊരു കുഞ്ഞാവും, പിന്നെ കുറച്ച് വലുതാവും, പിന്നെ നമ്മൾ കോളേജിലൊക്കെ പോകുന്ന ടൈം ആവും, പിന്നെ നമ്മൾ കുറച്ചുകൂടി അടുത്ത സ്റ്റേജിലോട്ട് പോവും. ലാസ്റ്റ് എന്തായിരിക്കും? ഇൻ ദ എൻഡിലോട്ട് പോയിക്കൊണ്ടിരിക്കും. നമ്മുടെ ലൈഫിൻ്റെ ഒരു സൈക്കിൾ അല്ലേ, ലൈഫിൻ്റെ ഒരു സൈക്കിളുമായിട്ട് കണക്ട് ചെയ്താൽ മതി. അതിൻ്റെ അവസാനത്തോടെ നമ്മൾ ഒരുപാട് ദൂരം ഓടുന്നില്ലേ അല്ലേ, കുഞ്ഞായപ്പോൾ തൊട്ട് നമ്മൾ ഓടി തുടങ്ങുവാണ് അല്ലേ, അവസാനം വരെ. അതാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ആണെങ്കിലോ, ഓൺ ദ ഫെൻസ്. ഓൺ ദ ഫെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്ഷൻ എ നോക്കിയേ, ഹോൾട്ടിങ് ബിറ്റ്വീൻ ടു ഓപ്ഷൻസ്. ബി ആണെങ്കിലോ, ഓൺ വെരി ഇൻറ്റിമേറ്റ് ടേംസ് അല്ലേ, വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ടേംസിൽ. ഓപ്ഷൻ സി ആണെങ്കിലോ, അണ്ടർ ഓൾ കണ്ടീഷൻസ്, എല്ലാ കണ്ടീഷനുകളിലും. ഓപ്ഷൻ ഡി ആണെങ്കിലോ, അൺഡോട്ടഡ് ബൈ എനിത്തിങ്. അപ്പോൾ ഇതിൽ എന്തായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക? കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ ആണ്, ഹോൾട്ടിങ് ബിറ്റ്വീൻ ടു ഓപ്ഷൻസ്. രണ്ട് ഓപ്ഷൻസിൻ്റെയും ഇടയിൽ എന്ത് വേണമെന്ന് ഡിസൈഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, കൺഫ്യൂസ്ഡ് ആയൊരവസ്ഥ. അപ്പോൾ നോക്കിയേ, ഇതുമായിട്ട് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം? ഈ കുട്ടി ഈ ഫെൻസിലിരിക്കുകയാണ് അല്ലെ, ഈ വേലിയിലിരിക്കുകയാണ്, ഇങ്ങോട്ട് ചാടണോ അതോ അങ്ങോട്ട് ചാടണോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവുമെന്ന് ആലോചിക്കുക. ഓക്കെ, അതുപോലെ ഈ ഓപ്ഷൻ വേണോ ആ ഓപ്ഷൻ വേണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓൺ ദ ഫെൻസ് എന്ന് പറയുന്നത്. ഇനി 9th വൺ എന്താ? ടു ആഡ് ഫ്യൂവൽ ടു ഫയർ അല്ലേ. ടു ആഡ് ഫ്യൂവൽ ടു ഫയർ എന്ന് പറയാൻ നമുക്ക് ഓപ്ഷൻസ് ഇല്ലാതെ തന്നെ പറയാൻ പറ്റും. ഓപ്ഷൻസ് നോക്കിയേ, ടു സ്റ്റാർട്ട് ദ കോൺവെർസേഷൻ, എന്തെങ്കിലും ഒരു കോൺവെർസേഷൻ തുടങ്ങുക. ബി ആണെങ്കിലോ, ടു ഫൈറ്റ് ഓവർ ട്രിവിയൽ തിങ്സ്, അതായത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ കൂടി ഫൈറ്റ് ചെയ്യുക അല്ലേ, തമ്മിൽ തല്ലുക. ഓപ്ഷൻ സി ആണെങ്കിലോ, ടു സ്പീക്ക് എഗെയിൻസ്റ്റ് സമ്മൺ, ആർക്കെങ്കിലും എതിരായിട്ട് സംസാരിക്കുക. ഓപ്ഷൻ ഡി ആണെങ്കിലോ, ടു മേക്ക് എ ബാഡ് സിറ്റുവേഷൻ വേഴ്സ്, ഓൾറെഡി മോശമായൊരു സിറ്റുവേഷനെ പിന്നെയും എന്ത് ചെയ്യാണ്? മോശമാക്കുകയാണ്. അപ്പോൾ ഏതായിരിക്കും കറക്റ്റ് ആൻസർ? ടു മേക്ക് എ ബാഡ് സിറ്റുവേഷൻ വേഴ്സ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഒരാൾ എന്ത് ചെയ്യാണ്? കത്തിക്കൊണ്ടിരിക്കുന്ന തീയിലോട്ട് വീണ്ടും ഫ്യൂവൽ ആഡ് ചെയ്യാണ്. അപ്പോൾ എന്താ ചെയ്യുക? വീണ്ടും അതെന്ത് ചെയ്യും? വീണ്ടും അത് കൂടുതൽ കത്തുകയല്ലേ ചെയ്യുള്ളൂ. അതുപോലെ മോശമായിരിക്കുന്ന സിറ്റുവേഷനെ വീണ്ടും മോശമാക്കുക, അതാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. ഇനി അടുത്ത നോക്കിയേ, വിയർ യുവർ ഹാർട്ട് ഓൺ യുവർ സ്ലീവ് അല്ലേ. വിയർ യുവർ ഹാർട്ട് ഓൺ യുവർ സ്ലീവ് എന്തായിരിക്കും ആൻസർ വരിക? ഓപ്ഷൻ എ, സ്പ്രെഡിങ് സ്കാൻഡൽസ് മേഴ്സിലെസ്ലി. അതായത് എങ്ങനെ പറയാം, നമുക്ക് ഈ ഇമ്മോറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു ദയയും ഇല്ലാതെ പരത്തുക എന്നാണ് മീൻ ചെയ്യുന്നത് അല്ലേ, സ്പ്രെഡ് ചെയ്യുക എന്നാണ് മീൻ ചെയ്യുന്നത്. ബി ആണെങ്കിലോ, വിയറിങ് അൺടൈഡി ക്ലോത്ത്സ് ഇൻറ്റൻഷനലി അല്ലേ, വേണമെന്ന് വെച്ചിട്ട് വൃത്തിയില്ലാത്ത വസ്ത്രങ്ങൾ ധരിക്കുക. ഓപ്ഷൻ സി ആണെങ്കിലോ, ഇമാജിനിങ് അൺറിയൽ തിങ്സ് അബൌട്ട് അതേഴ്സ്, മറ്റുള്ള ആളുകളെക്കുറിച്ച് സത്യമല്ലാത്ത കാര്യങ്ങൾ ഇമാജിൻ ചെയ്യുക. ഓപ്ഷൻ ഡി ആണെങ്കിലോ, എക്സ്പ്രസിങ് ഇമോഷൻസ് വെരി ഓപ്പൺലി, ഇമോഷൻസ് ഒക്കെ വളരെ ഓപ്പൺ ആയിട്ട് പറയാം. അപ്പോൾ ഇത് ഏതായിരിക്കും കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഡി ആണ്, എക്സ്പ്രസിങ് ഇമോഷൻസ് വെരി ഓപ്പൺലി. ഇമോഷൻസ് ഒക്കെ പെട്ടെന്ന് വളരെ ഓപ്പൺ ആയിട്ട് പറയാമെന്നാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ എന്തായിരിക്കും നോക്കിയേ, നമ്മുടെ ഷർട്ടിൽ ഒരു ഹാർട്ടൊക്കെ വരുന്നുണ്ട് അല്ലേ. എന്താ മീൻ ചെയ്യുന്നത്? എക്സ്പ്രസിങ് ഇമോഷൻസ് വെരി ഓപ്പൺലി, നമ്മുടെ എല്ലാ ഇമോഷൻസും പെട്ടെന്ന് ഓപ്പൺ ആയിട്ട് ചെയ്യാം അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് പറയാം. ഇപ്പോൾ നമ്മുടെ ദേഷ്യമാണെങ്കിലും സങ്കടമാണെങ്കിലും അങ്ങനെയുള്ള എല്ലാ ഇമോഷൻസും പെട്ടെന്ന് ഓപ്പൺ ആയിട്ട് പറയാമെന്നാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. നമുക്കിനി നെക്സ്റ്റ് ഇഡിയം നോക്കാം.
നമ്മുടെ നെക്സ്റ്റ് ഇഡിയമാണ് ഗെറ്റ് എ സെക്കൻഡ് വിൻഡ്. ഗെറ്റ് എ സെക്കൻഡ് വിൻഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും മീൻ ചെയ്യുന്നുണ്ടാവുക? ഓപ്ഷൻ എ നോക്കിയേ, ഹാവിങ് ലെസ് എനർജി ആഫ്റ്റർ റെസ്റ്റിംഗ്. റെസ്റ്റിംഗ് കഴിഞ്ഞിട്ട് എന്താണ്, കുറവ് എനർജിയേ ഉള്ളൂ. ഓപ്ഷൻ ബി ആണെങ്കിലോ, ഹാവ് റിന്യൂഡ് എനർജി ആഫ്റ്റർ ബീങ് ടയേർഡ്. ടയേർഡ് ആയി കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ എനർജറ്റിക് ആയി എന്നാണ് മീൻ ചെയ്യുന്നത്. സി ആണെങ്കിലോ, ഇമാജിനിങ് അൺറിയൽ തിങ്സ് അബൌട്ട് അതേഴ്സ്, അല്ലേ, മറ്റുള്ളവരെ കുറിച്ച് അൺറിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇമാജിൻ ചെയ്യാം. ഡി ആണെങ്കിലോ, എക്സ്പ്രസിങ് ഇമോഷൻസ് ഓപ്പൺലി, വളരെയധികം ഇമോഷൻസ് ഓപ്പൺ ആയിട്ട് പറയാം. ഇതിൽ ഏതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ഓപ്ഷൻ ബി ആയിരിക്കും അല്ലേ, ഹാവ് റിന്യൂഡ് എനർജി ആഫ്റ്റർ ബീങ് ടയേർഡ്. ടയേർഡ് ആയി കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും എന്തായി, എനർജറ്റിക് ആയി. നിങ്ങൾ ഈ ഫിഗറായിട്ട് കണക്ട് ചെയ്ത് നോക്കിയേ, നമ്മൾ വളരെയധികം വിഷമത്തിൽ അല്ലെങ്കിൽ ടയേർഡായിട്ട് വിഷമിച്ചൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ഫ്രണ്ടിനോടെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ആശ്വാസം ഉണ്ടാവും അല്ലേ, വീണ്ടും നമ്മൾ ഒരു സന്തോഷമൊക്കെ തോന്നും, ഒരു എനർജിയൊക്കെ തോന്നും. അങ്ങനെയായിട്ട് കണക്ട് ചെയ്ത് വയ്ക്കുക, അല്ലെങ്കിൽ ആ ഫ്രണ്ടുമായിട്ട് കണക്ട് ചെയ്ത് വയ്ക്കുക. നമുക്കൊരു സെക്കൻഡ് വിൻഡ് തരുന്നത് ആരാണ്? ആ ഫ്രണ്ടാണെന്ന് വിചാരിച്ച് കണക്ട് ചെയ്ത് വെച്ചാൽ മതി, അപ്പോൾ നമുക്ക് ഓർമ്മയുണ്ടാവും. ഇനി നെക്സ്റ്റ് വൺ നോക്കിയേ, എ കേക്ക് വാക്ക്. എ കേക്ക് വാക്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എ നോക്കിയേ, ആൻ ഈസി ടോക്ക് ഓർ വിക്ടറി, അല്ലേ, ഒരു എളുപ്പത്തിലുള്ള ടോക്കോ അല്ലെങ്കിൽ ഒരു വിജയമോ. അല്ലെങ്കിൽ ബി ആണെങ്കിലോ, എ സ്റ്റൈലിഷ് വാക്ക്, അല്ലേ, നല്ല സ്റ്റൈലിഷ് ആയിട്ട് നടക്കുക. ഇനി സി ആണെങ്കിലോ, എ പ്രഷ്യസ് മെമ്മറി ടു ചെറിഷ്, അല്ലേ, നമ്മൾ വീണ്ടും വീണ്ടും ആലോചിക്കുന്ന ഒരു പ്രഷ്യസ് ആയിട്ടുള്ള മെമ്മറി. ഇനി ഡി ആണെങ്കിലോ, ആൻ അൺഎക്സ്പെക്റ്റഡ് ട്വിസ്റ്റ്, നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റ്. ഇതിൽ ഏതായിരിക്കും കറക്റ്റ് ആൻസർ? എ ഈസി ടോക്ക് ഓർ വിക്ടറി ആയിരിക്കും എന്ത് കറക്റ്റ് ആൻസർ. നിങ്ങൾ നോക്കിയേ, ഒരു കേക്ക് കൊണ്ടുപോകാൻ ഒരുപാട് നല്ല വെയിറ്റ് ഉള്ള ഒരു കേക്കാണെന്ന് വിചാരിക്കാം. ഒരുപാട് ആളുകളുണ്ടെങ്കിൽ എന്തായിരിക്കും, ഈസി ആയിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ഒരു കേക്ക് കൊണ്ടുപോയി വിജയിക്കുകയൊക്കെയാണ് നമ്മൾ മീൻ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ എന്തായിരിക്കും, ഒരുപാട് ആളുകളുണ്ടെങ്കിൽ എളുപ്പത്തിൽ നടക്കും അല്ലേ, അല്ലേ. അപ്പോൾ കേക്കിനെ കൊണ്ടുപോകുന്നതായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് വെക്കുക. ഇനി നെക്സ്റ്റ് വൺ നോക്കിയേ, ബി ഇൻ സെവൻത് ഹെവൻ. ബി ഇൻ സെവൻത് ഹെവൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും മീൻ ചെയ്യുക? ടു ബി ഇംപോസിബിൾ ടു അണ്ടർസ്റ്റാൻഡ്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥ. ബി ആണെങ്കിലോ, ടു ബി എക്സ്ട്രീംലി ഹാപ്പി, നമ്മൾ വളരെയധികം സന്തോഷമായിരിക്കുക. സി ആണെങ്കിലോ, ടു സപ്പോർട്ട് സം വൺ സ്ട്രോങ്ലി, ആരെങ്കിലും നമ്മൾ വളരെയധികം സപ്പോർട്ട് ചെയ്യുക. ഡി ആണെങ്കിലോ, ടു ബി പ്രിപ്പയർഡ് ഫോർ ട്രബിൾ, നമ്മൾ എന്തായാലും ഒരു പ്രശ്നം ഉണ്ടാവുമെന്നറിയും, അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർഡ് ആയിരിക്കുക. അപ്പോൾ ഇതെന്തായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ടു ബി എക്സ്ട്രീംലി ഹാപ്പി. നമുക്ക് കണക്ട് ചെയ്യാം അല്ലേ, ബി ഇൻ സെവൻത് ഹെവൻ ആയിട്ട്. ഹെവൻ എന്ന് പറയുമ്പോഴെന്തായിരിക്കും, സന്തോഷം അല്ലേ, നല്ല സ്ഥലമാണെന്നാണ് ഇപ്പോഴും പറയുന്നത് അല്ലേ. അപ്പോൾ അതിനെ സന്തോഷമായിട്ട് കണക്ട് ചെയ്താൽ മതി. ഇനി നെക്സ്റ്റ് വൺ ആണെങ്കിലോ, ടു ഗോ ത്രൂ ഫയർ ആൻഡ് വാട്ടർ, അല്ലേ, അതിൻ്റെ മീനിങ് എന്തായിരിക്കും? എ ടു ടോളറേറ്റ്, എന്തെങ്കിലും ഒരു കാര്യത്തിനെ ടോളറേറ്റ് ചെയ്യുക. ബി ആണെങ്കിലോ, ടു ഡു സംതിങ് ഈസി, എളുപ്പത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാം. സി ആണെങ്കിലോ, ടു പണിഷ്, ആരെങ്കിലും പണിഷ് ചെയ്യുക. ഡി ആവുമ്പോൾ ടു ഫേസ് മെനി ചാലഞ്ചസ്, അല്ലേ, കുറേ ചാലഞ്ചസ് ഫേസ് ചെയ്യുക. അപ്പോൾ ഇത് ഏതായിരിക്കും കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഡി ആയിരിക്കും അല്ലേ, ടു ഫേസ് മെനി ചാലഞ്ചസ്. അപ്പോൾ നമ്മൾ ഈ ചെകുത്താനും കടലിലും നടുക്ക് എന്നൊക്കെ പറയില്ലേ, അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വെച്ചാൽ മതി അല്ലേ. അതും എന്താണ്, ഒരുപാട് ചാലഞ്ചസ് ഉണ്ട് എന്നാണ് നമ്മൾ മീൻ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ കണക്ട് ചെയ്യുക. ടു ഗോ ത്രൂ ഫയർ ആൻഡ് വാട്ടർ മീൻസ് ടു ഫേസ് മെനി ചാലഞ്ചസ്. ഇനി നെക്സ്റ്റ് വൺ നോക്കിയേ, 40 വിങ്സ്. ഇറ്റ് മീൻസ് ഓപ്ഷൻ എ നോക്കിയേ, ടു ഡു സംതിങ് 40 ടൈംസ്, എന്തെങ്കിലും ഒരു കാര്യം 40 തവണ ചെയ്യുക. ഇനി ബി എന്താ, ടു ഹറി ആൻഡ് റഷ്, പെട്ടെന്ന് വേഗം വേണമെന്ന് പറഞ്ഞിട്ട് ഹറി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ റഷ് ചെയ്യാം. ഇനി സി ആവുമ്പോഴോ, ടു ടേക്ക് എ ഷോർട്ട് നാപ്പ്, ചെറുതായിട്ടൊന്ന് ഉറങ്ങുക. ഇനി ഡി ആവുമ്പോഴോ, ടു ബി വറീഡ്, നമ്മൾ ടെൻഷൻ ആയിരിക്കും അല്ലെങ്കിൽ വറീഡ് ആയിരിക്കാം. അപ്പോൾ ഇതെന്തായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? സി ആയിരിക്കും അല്ലേ, ടു ടേക്ക് എ ഷോർട്ട് നാപ്പ്, അതായത് ചെറുതായി ഒന്ന് ഉറങ്ങുക അല്ലേ. നമുക്ക് പല ആളുകൾക്കും ഒരു ഇതുപോലെ ആയിരിക്കും, നമ്മൾ പല ആളുകളും അല്ലേ, ബുക്ക് എടുത്താൽ എന്ത് ചെയ്യും, എവിടെ നിന്നില്ലാത്ത ഉറക്കം വരും അല്ലേ. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് ഉറങ്ങിപ്പോവും അല്ലേ. അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചാൽ മതി, 40 വിങ്സ്. നെക്സ്റ്റ് വൺ നോക്കിയേ, എ പിനോലിപ്സ് വെബ്. മീനിങ് എന്തായിരിക്കും? എ മീനിങ്ലെസ് ജോബ്, മീനിങ്ലെസ് ആയിട്ട്, അതായത് പ്രത്യേകിച്ച് മീനിങ് ഒന്നും ഇല്ലാതെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാം, പ്രത്യേകിച്ച് ആവശ്യമൊന്നും ഇല്ലാതെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാം. ബി ആവുമ്പോഴോ, ആൻ എൻഡ്ലെസ് ജോബ്, തീരാത്ത പണി. സി ആവുമ്പോഴോ, ഡെയിലി ജോബ് അല്ലേ, നമ്മൾ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി. ഡി ആവുമ്പോഴോ, ആൻ ഇമ്പോർട്ടൻറ്റ് ജോബ് അല്ലേ, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ജോലി. അതിലേതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ബി ആയിരിക്കും അല്ലേ, ആൻ എൻഡ്ലെസ് ജോബ് ആയിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അല്ലേ. ഇപ്പോൾ ഇവിടെ നോക്കിയേ, നമ്മളും ചില സമയത്ത് ഇങ്ങനെ ആയിരിക്കും അല്ലേ, തീരാത്തത്ര പണി അല്ലെങ്കിൽ തീരാത്തത്രയും പഠിക്കാനുള്ള കാര്യങ്ങളുണ്ടാവും അല്ലേ. ഇപ്പോൾ എക്സാം വരികയാണ്, അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും അല്ലേ, തീരുന്നേ ഇല്ല എന്ന് തോന്നില്ലേ. അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. ഇനി 17th വൺ എന്താണ്? വൺസ് ഇൻ എ ബ്ലൂ മൂൺ. വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്തായിരിക്കും? ഓപ്ഷൻ എ വെരി റെയർലി, ഓപ്ഷൻ ബി എ ക്വിക്ക് റെസ്പോൺസ്, ഓപ്ഷൻ സി ടു എഗ്രി റിലക്റ്റൻ്റ്ലി, ഓപ്ഷൻ ഡി മൂൺ ഇൻ ദ നൈറ്റ്.
ഏകദേശം എല്ലാ ആളുകൾക്കും അറിയുന്നതായിരിക്കും. വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറഞ്ഞാൽ വെരി റെയർലി അല്ലേ, എപ്പോഴും സംഭവിക്കില്ല, എപ്പോഴെങ്കിലും മാത്രം സംഭവിക്കുന്ന ഒരു കാര്യത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്, വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറയുന്നത് അല്ലേ. ഇനി നെക്സ്റ്റ് വൺ നോക്കിയേ, ഐ ആം അറ്റ് സീ ലിസണിങ് ടു ദ ആർഗ്യുമെൻറ്റ്സ് അല്ലേ. ഇപ്പോൾ നമ്മൾ എന്തിൻ്റെ മീനിങ് ആണ് കണ്ടുപിടിക്കേണ്ടത്, അറ്റ് സിയുടെ മീനിങ് ആണ്. ഇവിടെ അറ്റ് സി എന്തിനാണ് യൂസ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഓപ്ഷൻസ് നോക്കിയേ. ഓപ്ഷൻ എ പെർപ്ലെക്സ്ഡ്, ഓപ്ഷൻ ബി സ്റ്റക്ക് ഇൻ ദ സീ, സീയിൽ സ്റ്റക്കായി പോയി. ഓപ്ഷൻ സി സെയിലിംഗ് ഓൺ ദ സീസ്, സീയിൽ സെയിൽ ചെയ്ത് പോവാണ്. ഓപ്ഷൻ ഡി ടോട്ടലി റിലാക്സ്ഡ്, വളരെയധികം റിലാക്സ്ഡ് ആയിട്ടുള്ളൊരവസ്ഥ. ഇതിലെന്തായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, പെർപ്ലെക്സ്ഡ് ആയിരിക്കും അല്ലേ. അത് പറഞ്ഞാൽ എന്താണ്, കൺഫ്യൂസ്ഡ് അല്ലേ, കൺഫ്യൂസ്ഡ് എന്നായിരിക്കും മീൻ ചെയ്യുക. അല്ലെങ്കിൽ ചെറുതായിട്ട് വെറീഡ് ആയിരിക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന ഒരവസ്ഥ എന്നായിരിക്കും എന്ത്, അറ്റ് സീ കൊണ്ട് ഇവിടെ മീൻ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വൺ, ഹാസ് ബിഗർ ഫിഷ് ടു ഫ്രൈ, ഹാസ് ബിഗർ ഫിഷ് ടു ഫ്രൈ എന്തായിരിക്കും വരിക. ഓപ്ഷൻ എ നോക്കിയേ, ഹാസ് ഗ്രേറ്റർ പ്ലാൻസ് ടു ഡിസ്കസ്, ഇനിയും വലിയ പ്ലാനുകളുണ്ട് എന്തിനാ ഡിസ്കസ് ചെയ്യാൻ. ഇനി ബി ആണെങ്കിലോ, ഹാസ് മോർ ഇമ്പോർട്ടൻറ്റ് വർക്ക് ടു ഡു, ഇതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർക്കുണ്ട് ചെയ്യാൻ. ഇനി ഓപ്ഷൻ സി ആണെങ്കിലോ, ഹാസ് ഈസിയർ പ്ലാൻസ് ടു സോൾവ് ദ ഇഷ്യൂ, ഈ ഇഷ്യൂ സോൾവ് ചെയ്യാൻ ഇതിനേക്കാൾ ഈസി ആയിട്ടുള്ള പ്ലാനുകളുണ്ട്. ഇനി ഓപ്ഷൻ ഡി ആണെങ്കിലോ, ഹാസ് ബെറ്റർ ചോയ്സ് ഓഫ് ഫുഡ്, ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഫുഡുണ്ട്. അപ്പോൾ ഇതിലേതായിരിക്കും കറക്റ്റ് ആൻസർ, ഓപ്ഷൻ ബി ആയിരിക്കും അല്ലേ, ഹാസ് മോർ ഇമ്പോർട്ടൻറ്റ് വർക്ക് ടു ഡു, അതായത് ഇതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വർക്ക് ഉണ്ട് അല്ലേ. ബിഗ്ഗറും ഇമ്പോർട്ടൻറ്റും ആയിട്ട് കണക്ട് ചെയ്ത് വെക്കുക കേട്ടോ. ബിഗ്ഗർ ഫിഷ് ടു ഫ്രൈ എന്ന് പറയുന്ന പോലെ വലിയ കാര്യങ്ങൾ ഇനിയും ഇതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട് എന്ന് വിചാരിച്ചാൽ മതി. നോക്കിയേ, ഒരു പാനിനകത്ത് ഫിഷ് അല്ലേ, വലിയൊരു ഫിഷാണ്, അതുപോലെ നമുക്ക് വലിയൊരു കാര്യം ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ അതല്ലേ ആദ്യം ചെയ്യുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ ആദ്യം ചെയ്യുക, അങ്ങനെ കണക്ട് ചെയ്ത് വെക്കുക. ഇനി 20th വൺ എന്താണ്, ഇൻ ദ ഫാസ്റ്റ് ലെയിൻ, അത് പറഞ്ഞാൽ എന്തായിരിക്കും. ഓപ്ഷൻസ് നോക്കിയേ, ഇൻ കംപ്ലീറ്റ് ഫിയർ, അതായത് നല്ല പേടിച്ചിരിക്കുന്നൊരവസ്ഥ. സെക്കൻഡ് വൺ ആണെങ്കിലോ, ഇൻ ടെറിഫിക് സ്പീഡ് അല്ലേ, ഭയങ്കര സ്പീഡിൽ പോവാം. ഓപ്ഷൻ സി ആണെങ്കിലോ, ഇൻ ഗ്രേറ്റ് എക്സൈറ്റ്മെൻറ്റ്, അതായത് വളരെയധികം എക്സൈറ്റഡ് ആയിരിക്കുന്നൊരവസ്ഥ അല്ലേ. ഇനി ഡി ആണെങ്കിലോ, ഇൻ പെർഫെക്റ്റ് ഡിസിപ്ലിൻ, നല്ല ഡിസിപ്ലിനിൽ കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഇതിൽ എന്തായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, ഇൻ ഗ്രേറ്റ് എക്സൈറ്റ്മെൻറ്റ്. അപ്പോൾ ഇൻ ദ ഫാസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻ ഗ്രേറ്റ് എക്സൈറ്റ്മെൻറ്റ്, വളരെയധികം എക്സൈറ്റഡ് ആയിട്ടിരിക്കുക എന്നാണ് മീൻ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു, നല്ല രീതിയിൽ കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്